ഒരു തവണ കേരളത്തിൽ വന്നുപോയി, അവിടെ കൊണ്ടും തീർന്നില്ല ആവേശം. വീണ്ടും രണ്ടാം വട്ടവും തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരളത്തിലേക്ക് നരേന്ദ്രമോദി എത്തുമ്പോൾ ഉയർന്ന ചോദ്യം ഇതാണ്: കേരളക്കരയ്ക്ക് നരേന്ദ്രമോദി കരുതി വച്ചിരിക്കുന്നത് എന്ത്? ഈ വിഷുദിനത്തിൽ പ്രത്യേക ആശംസകളുമായി മലയാളത്തിൽ ആശംസാ കാർഡുമൊക്കെയായി ട്വിറ്ററിലൂടെ മലയാളികളെ അനുഗ്രഹിച്ച മോദി തിരിച്ചൊരു അനുഗ്രഹം ഇങ്ങോട്ട് ചോദിക്കുകയാണ്. ഇത്തവണ BJPക്ക് ഒരു സീറ്റ്, ലോക്സഭാ മണ്ഡലത്തിലൂടെ ഒരു MP പാർലമെന്റിലേക്ക് അയക്കാൻ, BJP MP അയക്കാൻ കേരളക്കര കനിയുമോ എന്നുള്ളൊരു ചോദ്യം അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. ആ ആശംസയ്ക്ക് പിന്നിൽ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ആദ്യം ഇവിടെ എത്തിയപ്പോൾ, അതായത് തിരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കൊല്ലം ബൈപ്പാസ് ഉദ്ഘാടനത്തിന് ഇവിടെ എത്തിയപ്പോൾ അന്ന് കൂടിയ ജനക്കൂട്ടത്തെ പീരങ്കി മൈതാനത്ത് അഭിസംബോധന ചെയ്തപ്പോൾ മോദിയുടെ വാക്കുകളിൽ നിറഞ്ഞു നിന്നതും അതുതന്നെയാണ്: കേരളത്തിൽ നിന്നും BJPക്ക് ഒരു MP. ആ ലൈനിൽ തന്നെയായിരുന്നു കഴിഞ്ഞ തവണ കേരളത്തിലെത്തിയപ്പോൾ കോഴിക്കോട് നടന്നൊരു വലിയ റാലിയെ അഭിസംബോധന ചെയ്ത് വലിയ കയ്യടി നേടി മോദി മടങ്ങിയപ്പോഴും നിറഞ്ഞു നിന്നത് അതുതന്നെയാണ്: കേരളം ഇത്തവണ BJPക്കൊപ്പം നിൽക്കുമോ? എപ്പോഴും കേരളത്തിൻ്റെ ജനമനസ്സ് അങ്ങനെയാണ്. BJPക്ക് പിടികൊടുക്കാത്തൊരു ജനമനസ്സ്. LDFനും UDFനൊപ്പം ഉറച്ചു നിൽക്കുന്ന ജനങ്ങൾ. വടക്കേന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിലേക്ക് സമാനമായി കോൺഗ്രസിനും BJPക്കും അടിത്തറ ഇളകാത്തതുപോലെയാണ് കേരളത്തിലെ സാഹചര്യം. ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. അവിടെയാണ് മുൻ വർഷങ്ങളിലൊന്നും ഇല്ലാത്ത വിധം വലിയ മത്സരത്തിലേക്ക് BJP കടന്നതും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് നേടിയതും പഞ്ചായത്ത് നഗരസഭാ തിരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ സാന്നിധ്യമായി മാറിയതും ചിലയിടത്ത് പഞ്ചായത്ത് ഭരണം തന്നെ പിടിച്ചെടുത്തതും അതൊക്കെ BJPയെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. അതുകൊണ്ട് തന്നെ BJPയുടെ ഭാരവാഹികൾക്ക് ഇത്തവണ മുൻപെങ്ങുമില്ലാത്ത വിധമുള്ള വലിയ ടാസ്ക്കാണ് നരേന്ദ്രമോദിയും അമിത്ഷായും നൽകിയിരിക്കുന്നത്: കേരളത്തിൽ ഒരു സീറ്റെങ്കിലും ഉറപ്പിക്കുക. തുടക്കത്തിൽ വലിയ ആവേശമായി തിരുവനന്തപുരവും തൃശ്ശൂരും പത്തനംതിട്ടയും പാലക്കാടുമൊക്കെ വാർത്തകളിൽ നിറഞ്ഞെങ്കിലും ഏറ്റവും ഒടുവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമ്പോൾ മുന്നണികൾക്കുള്ളിൽ തന്നെ ആശയക്കുഴപ്പങ്ങളുണ്ട്. പ്രത്യേകിച്ചും BJP ക്യാമ്പിലേക്ക് വരുമ്പോൾ ആദ്യത്തെ വിജയസാധ്യതകൾ ഇപ്പോൾ ഉണ്ടാകുമോ എന്നൊരു സംശയം BJP ക്യാമ്പിൽ തന്നെയുണ്ട്. എങ്കിലും അവർ പ്രതീക്ഷ കൈവിടാത്തത് തിരുവനന്തപുരത്താണ്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ ഗാന്ധി മിന്നിച്ച അതേ വേദിയിൽ തന്നെ, തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ അതേ വേദിയിൽ അതേ സന്നാഹങ്ങളോടെ നരേന്ദ്രമോദി വീണ്ടും പറന്നിറങ്ങുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ പൾസ് ഒന്നുകൂടി പരിശോധിക്കുന്നത് എന്തായിരിക്കും അവിടെ ഉണ്ടാകുന്ന തരംഗം. ആറ്റിങ്ങൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് വലിയ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്യുമ്പോൾ കേരളത്തിനായി നരേന്ദ്രമോദി കരുതി വച്ചിരിക്കുന്നത് എന്ത്? ഒരു തവണ ഇവിടെ വന്ന ടിക്കാറാം മീണയുടെ വലിയ പ്രശംസ പിടിച്ചുപറ്റി ശബരിമല പരാമർശിക്കാതെ പോയ നരേന്ദ്രമോദിയെ മാതൃകയാക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറെ കൊണ്ട് പറയിപ്പിച്ചു നരേന്ദ്രമോദി. അത് വലിയ ചർച്ചയായി. രാഷ്ട്രീയ എതിരാളികളെ പോലും വായടപ്പിച്ചു ആ ഒരു പരാമർശം. പക്ഷേ ഇത്തവണ ശബരിമല അവസാന ലാപ്പിൽ വന്ന് കാണികളുടെ കയ്യടി നേടാൻ, BJP പ്രവർത്തകരുടെ പ്രശംസ പിടിച്ചുപറ്റാൻ, വലിയ ആവേശ കടലാക്കി മാറ്റാൻ തിരുവനന്തപുരത്തെ പ്രധാനമന്ത്രി എന്ത് വാക്കുകളായിരിക്കും ഉപയോഗിക്കുക? ശബരിമല അവസാന നിമിഷം എടുത്തു പറയുമ്പോൾ രാഹുൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വന്നപ്പോൾ പറഞ്ഞു പോയത് ആചാര സംരക്ഷണത്തിനൊപ്പം കോൺഗ്രസ് ഉണ്ടാകുമെന്നാണ്. അപ്പോൾ കോൺഗ്രസ് പറഞ്ഞു നിർത്തിയെടുത്ത്, രാഹുൽ ഗാന്ധി പറഞ്ഞു നിർത്തിയെടുത്ത് നരേന്ദ്രമോദി ഇന്ന് വീണ്ടും തുടങ്ങി വെക്കുമോ? ഒരു വെടിക്കെട്ട് പ്രസംഗമായിരിക്കുമോ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ കേരളം ഉറ്റുനോക്കുന്നത്. ഏതായാലും നിലവിൽ പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ടോടുകൂടി സെൻട്രൽ സ്റ്റേഡിയത്തിലെത്തും. BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്യും. തിരുവനന്തപുരം, കൊല്ലം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ പ്രവർത്തകരടക്കം ഇന്ന് സെൻട്രൽ സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം അമിത്ഷാ ഇവിടെ തുടങ്ങി വെച്ചൊരു വലിയ തരംഗമുണ്ട്. ആ തരംഗത്തിന് തുടക്കം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും നരേന്ദ്രമോദി കൂടി ഇറങ്ങുമ്പോൾ അത് BJP പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു വലിയ ആവേശമാണ്. 4 ദിവസം മാത്രമാണ് ഇനി കേരളം പോളിംഗ് ബൂത്തിലെത്താനുള്ളത്. അതുകൊണ്ട് തന്നെ അവസാന നിമിഷം നരേന്ദ്രമോദി പറഞ്ഞു പോകുന്നത് ഭരണ തുടർച്ചയ്ക്കൊരു വോട്ട്, വികസന തുടർച്ചയ്ക്കൊരു വോട്ട്. അത് കേരളത്തിലെ പാർട്ടി പ്രവർത്തകർ ഏറ്റെടുക്കുമോ? ഇതുവരെ പാർട്ടിക്ക് വേണ്ടി മാത്രം നിലകൊണ്ട LDF, UDF കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളിൽ എന്തെങ്കിലും പ്രതിഫലനം ഈ വോട്ട് ചിത്രത്തിൽ ഉണ്ടാക്കുമോ? വോട്ടർമാർ എങ്ങനെ ചിന്തിക്കും? പ്രത്യേകിച്ചും ഒരുപാട് തിരഞ്ഞെടുപ്പ് സർവേകൾ വന്നപ്പോൾ ആദ്യം വന്ന ഒരു മുൻതൂക്കം മേൽക്കൈയൊക്കെ മാറി മറിയുകയായിരുന്നു രണ്ടാം ഘട്ട സർവേകളിൽ. ആ സാധ്യതകളിൽ ജനമനസ് മാറുമ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും ചിന്തിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഏവരും ഉറ്റുനോക്കുന്നത്. ഏതായാലും പ്രധാനമന്ത്രി കൂടി എത്തുന്നതോടുകൂടി BJPയുടെ തിരഞ്ഞെടുപ്പ് ചിത്രം ഒന്നുകൂടി കൊഴുക്കുകയാണ്.